നല്ല സോഫ്റ്റ് ഇഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ചട്നി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞെടുത്തതാണ്. പിന്നെ വരമുളക്, അപ്പോൾ അതും ഒരു 4 വരമുളക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ്, വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. ഞാൻ ചെറിയ ഉള്ളി ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചട്ടി എടുക്കുക, അത് ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് കൊടുത്ത വരമുളക് അതുകൂടി ചേർത്തെടുക്കുക. കുറച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞ ശേഷം നമ്മൾ ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം നമ്മൾ വഴട്ടൊന്നും വേണ്ട, അതിലേക്ക് തക്കാളി ചേർക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുകൊണ്ട് ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം നമ്മളൊരു മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇതേപോലെ നമുക്ക് അരച്ചെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൂടി താളിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള തക്കാളി ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വെറും ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ തക്കാളി ചട്നി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.